പിന്നെ അതാ അവിടെ ഇരിക്കുന്നതാണ് രോഗി, കിടക്കുന്നത് കൂടെ വന്നതാട്ടോ. അങ്ങനെ 2-3-4 താത്താരുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ അയൽവക്കക്കാർ തന്നെ 1-2 ആൾക്കാരുണ്ട്. കുഴപ്പമില്ല. അടിപൊളി. കുളിയൊക്കെ കഴിഞ്ഞോ മക്കളോ? ആ, അവർ രണ്ടാളും പോയി. അറിയില്ല, ഞാൻ ചെറിയ ആള് പറഞ്ഞിട്ടുണ്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരിനെ ഇവിടെ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചാണേ. ആ, പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റിട്ട് വരാണ്ട്. പക്ഷെ അവൻ വലിയോന് വേഗം പോയി. അതാ കിടക്കണു. അത് നമ്മുടെ ലക്കിടിയത്തെയാണ് കേട്ടോ. പയ്യനെ പോയില്ലേ കുളിയൊക്കെ കഴിഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കിടക്കല്ലേ. ഇതൊക്കെ കാലി ബെഡാണ്. മഴക്കാലത്ത് വന്നപ്പോ പെയ്താ മതി. കുറച്ച് വീടുകളൊക്കെ കണ്ടാളി. ആ PK ദാസിൽ പോയി നിന്നാലും ഇതേപോലെ. ആ, എന്ത് ഗ്രൗണ്ടല്ലേ? എന്ത് സംഭവം അവിടെ? ഇതോ? ആ, അത് സ്കൂളില്ലേ? അതിലത്തെ ഗ്രൗണ്ട് ആയിരിക്കാം. അല്ല, മറ്റേ നമ്മളിത് വരുമ്പോ കണ്ടെന്താ? സോളാറാണ് പിന്നെ ഇവിടെയൊക്കെ. കല്ലൂര് മാങ്കുറിശ്ശിന്ന് ഉള്ളിലേക്ക്. പോയില്ലേ? പള്ളിയില് ബൈത്തുർ റഹ്മ. സൗകര്യമൊക്കെ ഉണ്ടോ? 2 റൂമ്, 2 ബാത്റൂം, ഹാള്, അടുക്കള, സിറ്റൗട്ട്. സിറ്റൗട്ടിൽ താഴെ ആ ബാബു കാക്കാൻ്റെ വീടിൻ്റെ അവിടെ വീടിൻ്റെ അവിടെ ആ പള്ളിയില്ല. അവര് ഇങ്ങനെ കനാല് വന്നാല് ഈ ഭാഗത്ത് നമ്മളുടെ ആ ഭാഗത്ത് അവരുടെ വീടിൻ്റെ അവിടെ അവരുടെ അടുത്താണ് ഞാൻ തറവാട് അറിയാം. അവളിൻ്റെ കൂടെ പഠിച്ചതാണ്. ഒരു കുട്ടി പഠിച്ചില്ല. അവളെ ആ പാണ്ടില് താത്താൻ്റെ കല്യാണം കഴിഞ്ഞു. എന്താണ് അറിയ എടുക്കാം. അവിടെ തന്നെ ഒരാള് ഭാര്യ മരിച്ചിട്ട് 2-3 കുട്ടികളുണ്ട്. ഭാര്യ മരിച്ചിട്ട് ഒരാൺകുട്ടി. വെളുത്ത് തടിച്ചിട്ട് നല്ല അടിപൊളി കുട്ടി. ഞങ്ങളൊക്കെ പോയ ടൈമിൽ ഞങ്ങളെപ്പോഴും അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നും പറയുക.